ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ വേദന പരാതിയെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നവർ. ആ വേദന അവർക്കുള്ളതുകൊണ്ട് തന്നെ അവർ പല ഡോക്ടേഴ്സിനെയും കാണിക്കും, പലതരത്തിലുള്ള ടെസ്റ്റുകളും നടത്തും. പക്ഷെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ നോർമലായിരിക്കും. അപ്പോൾ ഡോക്ടേഴ്സ് ഇവരോട് പറയും നോർമലാണ്, പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇവർക്കത് വിശ്വസിക്കാൻ പറ്റണമെന്നില്ല. കാരണം ഇവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, ആ പെയിൻ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഡോക്ടേഴ്സ് പറയാൻ നോർമലാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒന്നെങ്കിൽ ഡോക്ടേഴ്സ് ശരിയല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഈ ടെസ്റ്റുകളൊന്നും ശരിയല്ല എന്നും പറഞ്ഞിട്ട് മാറ്റി മാറ്റി കാണിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെങ്കിൽ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നുണ്ടാവും. അതായത് ഭയങ്കരമായിട്ടുള്ള പെയിനും കാര്യങ്ങളും ഇവർക്ക് ഉണ്ടാവും. സത്യത്തിൽ ഇതെന്താണോ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു മെൻ്റലി ഒരു ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കുമാണ് സാധാരണയായി ഈ ഒരു അവസ്ഥ കണ്ടുവരാറുള്ളത്. ഇതിന് നമ്മൾ പെയിൻ ഡിസോർഡർ എന്ന് പറയും. സൊമാറ്റോഫോം ഡിസോർഡർ എന്നുള്ളൊരു കണ്ടീഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ പെയിൻ ഡിസോർഡർ. ഹായ്, ഞാൻ അർഷ ഫാത്തിമ, ഹെയ്ലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പെയിൻ ഡിസോർഡറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, 29 വയസ്സുള്ള ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറായിരുന്നു ആൾ വന്നിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ഭയങ്കര പെയിൻ എന്നുള്ളൊരു പ്രോബ്ലമാണ് ആൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന സമയത്ത് പറഞ്ഞു, ഇപ്പോൾ സ്കൂളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, കൊളീഗ്സിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നോക്കുകയാണെങ്കിലും നല്ല ആക്റ്റീവാണ്, എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ഒന്നുകൂടി ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞു ആൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളോട് പറയാനോ ഒന്നും അത്ര താല്പര്യം കാണിക്കാത്തൊരു വ്യക്തിയായിരുന്നു ആളുടെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ആൾക്ക് ഒരു പെയിൻ വന്ന കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് ഒരു 8 മന്ത്സ് മുന്നേ ആയിരുന്നു ആൾക്ക് ഒരു പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേ നോക്കിയ സമയത്ത് ഒരു 1 ഇയറിൻ്റെ മുമ്പായിട്ട് ആളുടെ അമ്മക്ക് സുഖമില്ലായിരുന്നു. ആളുടെ അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കുറച്ച് ടൈം എന്ന് പറഞ്ഞാൽ അധികം ടൈം ആൾ തന്നെയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നതും കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം. ആളുടെ ഫാമിലി നോക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയും ഒരൊറ്റ മകളും ആയിരുന്നു അതുകൊണ്ട് തന്നെ ആളായിരുന്നു മുന്നിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാം ആളാണ് നോക്കിയും കണ്ടും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്ത് തന്നെ സ്കൂളിലെ വർക്ക് നോക്കുകയാണെങ്കിലും ആൾക്കത് ഭയങ്കര ബേർഡൻ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, എക്സ്ട്രാ ഹവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഷിഫ്റ്റ്സും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ, എക്സ്ട്രാ വർക്ക്, കുട്ടികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം ഹാൻഡിൽ ചെയ്തിട്ട് ആൾ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ സമയത്ത് വരുന്ന ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും ആൾക്ക് ഒരാളോട് ഷെയർ ചെയ്യാൻ അങ്ങനെ ഒരാൾ ആളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ആളുടെ ഒരു ടൈപ്പും അങ്ങനെയല്ലായിരുന്നു. ആൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇപ്പോൾ ദേഷ്യമാണെങ്കിലും ഫ്രസ്ട്രേഷൻ ആണെങ്കിലും സങ്കടമാണെങ്കിലും എന്ത് പ്രശ്നം തന്നെയാണെങ്കിലും ആളുടെ ഇമോഷൻസ് തുറന്നു പറയാത്തൊരു വ്യക്തിയായിരുന്നു ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആളുടെ പെയിൻ ഒന്ന് നോക്കുകയാണെങ്കിൽ, പെയിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഈ ഒരു 8 മന്ത് മുന്നേ ആൾക്ക് നെക്കിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു പെയിൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഷോൾഡർ, പിന്നെ ബാക്ക് പെയിൻ, അങ്ങനെ ആ പെയിൻ്റെ ഒരു തീവ്രതയും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ആൾക്ക് അത്ര നോട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ആൾക്ക് വെക്കേഷൻ സമയത്ത് അല്ലെങ്കിൽ ക്ലാസ്സും കാര്യങ്ങളും അത്ര വലിയ സ്ട്രെസ്സ് വരാത്ത സമയത്ത് ആളുടെ പെയിൻ കുറച്ചൊന്ന് കുറയുന്നുണ്ടായിരുന്നു. ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ആൾക്ക് നല്ല രീതിയിൽ പെയിനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യങ്ങളൊന്നും ആളത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്തും ആൾക്കത് നല്ല ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ആരോടെങ്കിലും ഒരാളോട് പറയുകയാണെങ്കിൽ ആൾക്കാരൊക്കെ ഇവളൊരു കളിയാക്കുന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആളിപ്പോൾ എല്ലാവരും കാണിക്കുകയും ഡോക്ടേഴ്സിനെ മാറി മാറി കാണിക്കുകയും പലതരത്തിലുള്ള MRI ടെസ്റ്റും അങ്ങനെ എക്സ്റേ അങ്ങനെ എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും ആൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതെല്ലാം നോർമൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് പെയിനാണ്, ഭയങ്കര പെയിനാണെന്ന് ഒരാളോട് പറയുന്ന സമയത്ത് എല്ലാവരും ഇവളോട് പറയുന്നത് ഇല്ല, എനിക്ക് വെറുതെ തോന്നുകയാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ അത് ആളെ ഒന്നുകൂടി തളർത്തുന്ന രീതിയിലോട്ട് എത്തിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈമിലാണ് ഒരു ഡോക്ടർ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ട്രെസ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പെയിന് വരുന്നത് എന്നുള്ള കാര്യം. അങ്ങനെയാണ് ആൾക്ക് ഈ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ആൾക്ക് ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി ആൾ വളരെ ഡൗൺ ആയിരുന്നു. ആ ഒരു പെയിനാണ് ആൾക്ക് ഫിസിക്കലി പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ കാര്യം നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആൾക്ക് പെയിൻ ഡിസോർഡറിൻ്റെ സിംറ്റംസ് ആണ് കാണിച്ചു തുടങ്ങിയത്.
തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് മാനസികമായി എന്തെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കങ്ങളിൽ ഏർപ്പെടുമ്പം അത് നമ്മുടെ ശരീരത്തിലൂടെ പല സിംറ്റംസ് ആയിട്ട് പുറത്ത് വരുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും വേദനകളോ കാര്യങ്ങളോ ആയിട്ട് അത് നമ്മുടെ ബോഡി റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണ് നമ്മൾ ഈ പെയിൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് എത്രയൊക്കെ ടെസ്റ്റുകൾ നടത്തി നോക്കിയാലും, ഇതിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അതായത് എത്രയൊക്കെ ടെസ്റ്റുകൾ നടത്തിയാലും, എത്ര ഡോക്ടേഴ്സിനെ കണ്ടു നോക്കിയാലും അവർക്കൊന്നും മെഡിക്കലി ഇതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടോ വരുന്ന ഒരു പെയിനാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മെഡിക്കലി ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി പെയിൻ ഡിസോർഡറിൻ്റെ പ്രധാനപ്പെട്ട ചില സിംറ്റംസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഇത് പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെയിൻ ആയിരിക്കും. അതായത് ഇപ്പോൾ ചിലപ്പോൾ മാസങ്ങൾ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്നതോ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും ഇത്തരം വ്യക്തികൾക്ക് ഉണ്ടാവുക. മറ്റൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. മെഡിക്കലി ഈ ഒരു കണ്ടീഷനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന വേദനയാണ് ഇത് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഇത് എന്നൊന്നും നമുക്കിതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത്. മറ്റൊരു സിംറ്റം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ ഇവരുടെ സ്ലീപ്പിനെയും മറ്റും സാരമായ രീതിയിൽ ബാധിക്കുന്നുണ്ടാവും. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവർ പുറത്ത് പറയുന്നതെങ്കിൽ കൂടി ഇവർ ഇമോഷണലി ഉള്ളിൽ ഭയങ്കര ഡൗൺ ആയിരിക്കും. അവർക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടെങ്കിലും അതൊന്നും ഇവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളതായിരിക്കും ഒരു റീസൺ. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇവരുടെ പെയിൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ചാൻസും ഉണ്ട്. കൂടാതെ ഇത് നമ്മളെ ഡെയിലി ലൈഫിനെ സാരമായ രീതിയിൽ ബാധിക്കും. ഇപ്പം നമ്മളിപ്പോൾ വർക്കിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ വർക്കിനെ ഇത് ബാധിക്കാൻ തുടങ്ങും. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ അക്കാദമിക്സിനെ ഇത് ബാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ്, ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഓരോ കാര്യങ്ങളും അവരുടെ ആ ഫാമിലിയെ എഫക്റ്റ് ചെയ്യും. അവരുമായിട്ടുള്ള മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യും. ഇങ്ങനെ അവരുടെ ഒരു ഡെയിലി ലൈഫിനെ ഇത് സാരമായ രീതിയിൽ ബാധിക്കും. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ ഒരു പെയിൻ ചേഞ്ച് ചെയ്യുന്ന രീതി, അതായത് ചിലപ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ സ്ട്രെസ്സുള്ള സമയത്ത് പെയിൻ കൂടാനും അതുപോലെ തന്നെ സ്ട്രെസ് ഒന്ന് കുറയുന്ന സമയത്ത് ഈ പെയിൻ റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസും ഇവരിൽ കാണാറുണ്ട്. ഈ ഒരു കണ്ടീഷനെ ഒരു പരിധി വരെയൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അതായത് ആദ്യം ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് പെയിൻ ഉണ്ട് എന്നുള്ള കാര്യമാണെങ്കിൽ കൂടി ഈ ഒരു അവസ്ഥയെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇത്തരക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുകയാണെങ്കിൽ അവർ ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യില്ല എന്നുള്ളതാണ്. ആ ഒരു കാര്യം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഉള്ളിലുള്ള ഇമോഷൻസ് എന്ത് തന്നെയാണെങ്കിലും, ആങ്കർ, ഫ്രസ്ട്രേഷൻ, സാഡ്നെസ് എന്ത് തന്നെയാണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ കറക്റ്റായിട്ടുള്ള ഒരു സ്ലീപ്പ് റൊട്ടീൻ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതാണെങ്കിലും എല്ലാം ഒരു കറക്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതും ഇത്തരക്കാർക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ചെയ്യാൻ എന്തെങ്കിലും ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുക. ഇപ്പം ജസ്റ്റ് ചെറിയ രീതിയിലുള്ള മെഡിറ്റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു വാം ബാത്ത് ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആകുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിലൊന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും നല്ലതായിരിക്കും. നല്ല രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് തേടുന്നതിലും തെറ്റൊന്നുമില്ല. ഈ ഒരു അവസ്ഥയെക്കുറിച്ചോ മറ്റോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.